പാലക്കാട് മംഗലം ഡാമിൽ മാനിന്റെ ജഡം കണ്ടെത്തി. മംഗലം ഡാം രണ്ടാംപുഴയ്ക്ക് സമീപമാണ് മാനിന്റെ ജഡം കണ്ടെത്തിയത്. രണ്ടാംപുഴ വെറ്റിലത്തോട് സ്വകാര്യ തോട്ടത്തിലാണ് മാനിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ബുധനാഴ്ച കാലത്ത് തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളാണ് മാനിന്റെ അവശിഷ്ടങ്ങൾ കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കടുവയാണോ പുലിയാണോ ചെന്നായയാണോ മാനിനെ പിടിച്ചതെന്ന് പറയാൻ പാകത്തിനുള്ള തെളിവുകളൊന്നും പരിശോധനയിൽ ലഭിച്ചിട്ടില്ലെന്നും മേഖലയിൽ ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തി നടപടികൾ സ്വീകരിക്കുമെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. എന്നാൽ ഒരാഴ്ചയായി പരിസര പ്രദേശങ്ങളിൽ പല ഭാഗത്തായും കടുവയെ പലരും നേരിട്ട് കണ്ടിട്ടുള്ളതായി നാട്ടുകാർ പറഞ്ഞു. വളവ് തിരിഞ്ഞ് വരുമ്പോൾ പാലത്തെ കൂടെ ഓടണം. അപ്പോൾ ഞങ്ങൾ സ്വയം വണ്ടി നിർത്തിയവർ അവൻ നിർത്തിയിട്ട് നോക്കി അമ്മ അത് കടുവയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇതിൻ്റെ വരയെല്ലാം കാണുന്നത്. ഞങ്ങൾ അത് കഴിഞ്ഞ് അങ്ങനെ തുറക്കി പിടിച്ചത് ഓടി. കഴിഞ്ഞ ആഴ്ച രാത്രി 11 മണിയോടെ വെറ്റിലത്തോട് പാലത്തിന് സമീപം കടുവ റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ടെന്ന് കടപ്പാറ വെള്ളിമലയിലെ ഷിബിൻ പറഞ്ഞു. കടപ്പാറയിലും സമീപ പ്രദേശങ്ങളിലും കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലായിട്ട് കടുവയുടെ സാന്നിധ്യം എല്ലാ ദിവസങ്ങളിലും തന്നെ വൈകുന്നേരങ്ങളിലും പകലും ഈ വെറ്റിലത്തോട് പാലം കടപ്പാറയ്ക്ക് പോകുന്ന റോഡ് ഈ പ്രദേശങ്ങളിൽ പല ആളുകൾ ബസ്സിൽ പോകുന്ന ആളുകൾ ബൈക്കിന് വന്ന ആളുകൾ പിന്നെ രാത്രി 10 മണിക്ക് ഈ റോഡിൻ്റെ സെൻറ്ററിൽ തന്നെ കടുവ നിൽക്കുന്നത് പല ആളുകളും കാണുകയും അതുപോലെ തന്നെ മിനിങ്ങാന്ന് രാത്രി കടപ്പാറ ചെന്ന് ഒരാളുടെ വളർത്തുപട്ടിയെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തതാണ്. അതിപ്പം ഇന്നിപ്പോൾ ടാപ്പിങ്ങുകാർ വന്നപ്പോഴാണ് ഇവരുടെ പുരയിടത്തിൽ ഈ മാൻ്റെ അസ്ഥികൂടം എന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ കിടക്കണത് കണ്ടത്. ഒരു ദിവസത്തെ എന്തോ പഴക്കമുണ്ടെന്ന സ്മെല്ലൊക്കെ വന്നിട്ട് നമുക്ക് മനസ്സിലാക്കണത്. അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ കൂട് കൊണ്ടുവന്ന് സ്ഥാപിച്ച് ഇതിനെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി മാറ്റാതെ ഞങ്ങൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ മേലാത്ത അവസ്ഥയാണ്. ആശുപത്രിയിൽ പോയി തിരിച്ചു പോകുകയായിരുന്നു ഷിബിനും അമ്മ സാലിയും. കടപ്പാറ താന്നിക്കൽ ജെയിംസിന്റെ വളർത്തുനായിയെയും കടുവ പിടിച്ചുകൊണ്ടുപോയി. മാനിനെ പിടിച്ചത് കടുവ തന്നെയാണെന്നും ഒരാഴ്ചയായി ജനങ്ങൾ വലിയ ഭയപ്പാടിലാണെന്നും അടിയന്തരമായി കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വാർഡ് മെമ്പർ ബീന ഷാജിയും നാട്ടുകാരും ആവശ്യപ്പെട്ടു. അപ്പോൾ കടുവ ഇവിടെ തന്നെ ഉണ്ടെന്നറിയാം. അപ്പം ഗവൺമെൻറ് ഇതിനെ ഒരു കൂട് വയ്ക്കണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം. പിന്നെ അവർ തോട്ടം തൊഴിലാളികൾ കണ്ടമാനമുള്ള മേഖലയാണ് കടപ്പാറ ഭാഗത്ത്. അവരുടെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞത് ഈ റബ്ബർ വെട്ടി ജീവിക്കുന്നതാണ്. അപ്പം എന്തായാലും ആനയും കടുവയും പുലിയും കൂടെ നിറഞ്ഞിരിക്കുകയാണ്. സംഭവം ഞങ്ങൾ രാവിലെ ജീവിതമാർഗത്തിന് റബ്ബർ തോട്ടത്തിൽ ടാപ്പ് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കയറി പോകുന്ന വഴിയിൽ മാനെ കടുവ തന്നെ പിടിച്ച് കൊന്ന് ഇട്ടിരിക്കുന്ന കണ്ടത്. അതാണ്. പക്ഷേ ഇത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ കൊണ്ടുവന്ന് വിടാതെ ഈ നാട്ടിൽ കടുവ ഇല്ലായിരുന്നു. അവർ കൊണ്ടുവന്ന് വിട്ടതാണെന്ന് ഞങ്ങളുടെ വിശ്വാസം മുഴുവനും. പിന്നെ അതുപോലെ തന്നെ ഇവരെ ഞങ്ങൾ വിവരം അറിയിപ്പിച്ചിട്ട് ഇതുവരെ സംഭവ സ്ഥലത്താരും വന്ന് എത്തിയിട്ടുമില്ല. അപ്പോൾ ഇവിടുത്തെ പ്രതിനിധി അഹിതം അവർ പോലും ഇതിനെ ഉത്സാഹിക്കുന്നില്ല. അപ്പോൾ ആരുടെ കുടുംബത്ത് വന്നെങ്കിലും അവനോന് സഹിക്കുക, എന്തെങ്കിലും നേരിടാൻ അവനോൻ തന്നെ സാധിക്കുള്ളൂ. അല്ലാതെ ഇവിടെയുള്ള പ്രതിനിധികളോ ഇതിൻ്റെ നേതാക്കന്മാരോ ഇതിന് ഒരുങ്ങുന്നില്ല. പിന്നെ ഞങ്ങൾ ഒരു കുടുംബം കഴിയാൻ വേണ്ടിയിട്ട് 3 മണിക്കൊക്കെ വന്ന് രാത്രി വെട്ടുന്നതാണ്. അതുകൊണ്ട് എത്രയും ഭേദം ഇതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാർ ഈ കടുവയെ ഇവിടുന്ന് പിടിച്ച് കൊണ്ടുപോകണം. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് ജോലി ചെയ്യാനുള്ള അനുമതി തരിക. ഇല്ല എന്നൊരു ഞങ്ങളെ കൊന്നുകളയുക, എന്നിട്ട് മൃഗങ്ങളെ വളർത്തുക. പലവട്ടം ഉണ്ടായിട്ടുണ്ട്. ആന ഇറക്കാൻ തുടങ്ങി. ഇവിടെയൊന്നും 1980 ഞാൻ വന്നതാണ്. അന്നൊന്നും ഇവിടെ ഇതിനെ കഴിഞ്ഞും വലിയ വനമായിരുന്നു. ഒരു മൃഗങ്ങളുടെ ശല്യം ഉണ്ടായിട്ടില്ല. ഈ അടുത്ത നാളിലാണ് ഇങ്ങോട്ട് മൃഗങ്ങളുടെ ശല്യം കൂടുതലുണ്ടാകാൻ തുടങ്ങി. ആനയായിട്ടും നമുക്കിപ്പം ജോലി ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ്. UTV ന്യൂസ് പാലക്കാട്.